ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എങ്ങനെയാണ് യൂണിഫോം ചുരിദാർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഷോൾഡർ 15 വന്നിട്ടുള്ളത്. 15ന്റെ പകുതിയായിട്ട് നമ്മൾ 7.5 മാർക്ക് ചെയ്യണം. തുണി രണ്ടായിട്ട് മടക്കിയിട്ടതുകൊണ്ടാണ് നമ്മൾ 7 മാർക്കിങ് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് റിഗാളാണ് ആവശ്യമുള്ളത്. റിഗാള് ആം ഹോൾ എന്നൊക്കെ പറയും. നമ്മളെ കൈവണ്ണ ചുറ്റിൽ പിടിക്കുന്ന അളവാണ് റിഗാള്. അത് 7.5 മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അളവ് ഈ ഭാഗത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വരച്ച് കൊടുക്കുക. ഈ റിഗാള് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കാണാൻ പറ്റുക. ചെസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് 36 റൗണ്ടിൽ പിടിക്കുമ്പോഴുള്ള അളവ്. അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 9 കിട്ടും. 9ന്റെ കൂടെ +2 കൂട്ടിയിട്ട് 11 മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 11 കിട്ടുക. 9 നമ്മളെ അളവ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടിയതാണ് 11 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ട് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു 12 ഒരു മാർക്കിംഗ് കൊടുക്കുക, 15 ഒരു മാർക്കിംഗ് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് 18 ഒരു മാർക്കിംഗ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 21 ഒരു മാർക്കിംഗ് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ 3 വിധത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് നമുക്ക് 4.5 വരുന്നത്. നെക്ക് വിടുത്ത് വരുന്നത് 2. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മളെ കയ്യിൽ ആം ഹോൾ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അളവാണ് ഉണ്ടാവുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കുക. നമ്മൾ ഈ അളവിൽ നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ റിഗാൾ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് കുഴിച്ച് വരക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. സെൻറ്ററിൽ മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക. അപ്പം നമ്മളെ റിഗാളിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരച്ചെടുക്കാൻ പറ്റും. ബാക്ക് ഭാഗത്ത് നമ്മളിങ്ങനെ കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ചെസ്റ്റിലോട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ കുഴിച്ച് വരക്കുന്നതിന് മുന്നേ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് കാണണമെങ്കിലുള്ളൂ നമുക്ക് ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുക. ഇനി നമുക്ക് നമ്മൾ ഈ 12 മാർക്ക് ചെയ്ത ഭാഗത്തുള്ള വണ്ണം എന്ന് പറയും 26. 26ന്റെ 4 വരുമ്പോൾ നമുക്ക് 6.5 വരിക. 6ന്റെ കൂടെ +2 കൂട്ടിയിട്ട് നമ്മൾ 8 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 15 മാർക്ക് ചെയ്തത് നമുക്ക് അളവ് വരിക 28. 28ന്റെ 4 നമുക്ക് 7 കിട്ടുക. 7ന്റെ കൂടെ +2 കൂട്ടിയിട്ട് 9 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത 2 ഭാഗങ്ങളും ചെസ്റ്റും വേസ്റ്റിൻ്റെ 12 ഭാഗവും 15 ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 21ന്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തുന്നുള്ളൂ. അത് നമ്മൾ താഴത്തോട്ടാണ് മുട്ടിക്കുകയാണ് ചെയ്യുക. ഏറ്റവും താഴ്വശത്ത് നമ്മളൊരു 3 ഇഞ്ച് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ ലെങ്ത്തായിട്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ച് വരക്കുമ്പോൾ നിങ്ങൾക്ക് അടിഭാഗം എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മെല്ലെ ഇങ്ങനെ കൊടുത്തിട്ട് കൂടുതൽ വീതി വേണ്ട. കൂടുതൽ വീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോമൊക്കെ ആകുമ്പോൾ കോട്ടിടുമ്പോൾ ചുരുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നിച്ച് മുന്നോട്ട് ചുരുണ്ട് കൂടി നിൽക്കും. അതുകൊണ്ടാണ് നല്ല വീതിയിൽ എടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതേപോലെ ഈ വരച്ച ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാൻ. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കയ്യിൻ്റെ ലെങ്ത്ത് എടുക്കുക. 14 ലെങ്ത്ത് വന്നിട്ടുള്ളത് +2, അപ്പോൾ 16 ലെങ്ത്ത്. നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് 14. അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പാണ് 2 ഇഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിൻ്റെ അടിയത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് 9. 9നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4.5 കിട്ടുക. 4ന്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു വര കൊടുക്കുക. ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇനി നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് വണ്ണം മാർക്ക് ചെയ്യണം. നമുക്ക് വണ്ണം വന്നിട്ടുള്ള 14. 14നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 7 കിട്ടും. അതിൻ്റെ കൂടെ +2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 9 മാർക്ക് ചെയ്യണം. അതേപോലെ ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത്
നമുക്ക് കിട്ടിയിട്ടുള്ളത് 2.5 അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ലെങ്ത് എങ്ങനെ കാണുക വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കുക. ഇനി ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ യൂണിഫോമിൻ്റെ കട്ടിംഗ് ആണ്. ഇത് നമ്മൾ ലൈനിങ് തുണിയൊന്നും ഇല്ലാതെ നമ്മൾ യൂണിഫോം കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കണ്ട. ഞാൻ കാണുന്ന ഏത് സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ യൂണിഫോം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കയ്യിന് ശീല തികയാത്ത പ്രശ്നം വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ വിട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി. ഈ കയ്യിൻ്റെ അളവ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് ബാക്കും കുഴിച്ച് വെട്ടണതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷം വേണം നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബാക്കും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇതേപോലെ നല്ല വശം ചീത്ത വശമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.